നമ്മളിപ്പോൾ ഈയിടെയായിട്ട് റിലേഷൻഷിപ്പുകളെ കുറിച്ചൊക്കെ കുറച്ച് വീഡിയോ ഇടുന്നുണ്ടല്ലോ. ഇപ്പോൾ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഞാനിവിടെ വെക്കാം, സ്ക്രീനിൽ വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 1-2 ആഴ്ച മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചു, ബ്രോ തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ ഏത് പാർട്ടിക്ക് ആർക്ക് വോട്ട് ചെയ്യും? അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും വിജയ്ക്ക്, TVKക്ക് ഞാൻ വോട്ട് ചെയ്യും. അപ്പം ഞാനൊരു വിജയ് ഫാനല്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പൊളിറ്റിക്കൽ ചായ്വുള്ള ഒരാളല്ല. എന്നിട്ട് കൂടി എന്നെപ്പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ട് വിജയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇനി കേരളത്തിലാണെങ്കിൽ പോലും പുതിയൊരു പാർട്ടി വന്ന് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരാൾ, ഒരു കാൻഡിഡേറ്റ് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വോട്ട് ചെയ്യും. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വർഷങ്ങളായിട്ട് കേരളം ഭരിച്ചുകൊണ്ട് വരുന്ന LDF, UDF, LDF ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എം റിയലി ക്യൂരിയസ്. നന്നായിട്ട് അറിയാൻ താല്പര്യമുണ്ട്. ഒരു പുതിയൊരു പാർട്ടി വരുമ്പോൾ അവരെങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, എന്തൊക്കെയാണ് അവർ ചെയ്യാൻ സാധ്യത, അതും വിജയെ പോലുള്ള ഒരാളൊക്കെ വരുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാൻ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞത് വിജയ്ക്ക് വോട്ട് ചെയ്യും. ഇപ്പം സെയിം സിനേറിയോ എന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ, അവിടെ കഴിഞ്ഞൊരു 19 വർഷങ്ങളായിട്ട് ഈ തിമുക, അതിമുക ഇങ്ങനെ മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിമുക, അതിമുക എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ തമിഴ് ന്യൂസ് തന്നെ, ഞാൻ മലയാളം ഇലക്ഷനേക്കാളും കൂടുതൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തമിഴ്നാട് ഇലക്ഷനാണ് കണ്ടുകൊണ്ടിരുന്നത്. തമിഴ് ചാനലുകൾ ഫുൾ ടൈം ഇങ്ങനെ കണ്ട് അതിൻ്റെ ന്യൂസ് അപ്ഡേറ്റ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് കയറി പറ്റിയാണ് ഈ തിമുക, അതിമുക. അതായത് തിമുക എന്ന് പറഞ്ഞാൽ ദ്രാവിഡ മുന്നേറ്റ കഴകം, അതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇപ്പം അവരിതെല്ലാം തമിഴാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം, DMK എന്ന് പറയുന്ന പോലെ അത് തമിഴിൽ എഴുതുമ്പോൾ അവിടെ ദ എന്ന് പറയുന്ന അക്ഷരമില്ല, അവിടെ തായാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ് എഴുതുന്നത്. ദ്രാ അല്ലെങ്കിൽ ദ എന്ന് പറയുന്ന അക്ഷരം അവിടെ ഇല്ല, തിരാവിഡ. അപ്പം തിരാവിഡ എന്ന് എഴുതുന്നതിൻ്റെ ആദ്യത്തെ മുന്നേറ്റ എന്ന് എഴുതുന്നതിൻ്റെ കഴകം അതിൻ്റെ ഇത് മൂന്നും കൂടെ ചേർത്തതാണ് തിമുക. അതുപോലെ തന്നെ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ അതിമുക. ഇപ്പോൾ വിജയുടെ ആകുമ്പം തവേക്ക. ഞാൻ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച തമിഴ്നാട്ടിലായതുകൊണ്ട് അവിടെ ഈ ബസ്സിൻ്റെ ബോർഡുകളും കടയുടെ ബോർഡുകളൊക്കെ വായിച്ച് എനിക്ക് നന്നായിട്ട് തമിഴ് എഴുതാനും വായിക്കാനും ഇപ്പോൾ അറിയാം. സോ അതാണ് ഈ തിമുക, അതിമുക അല്ലെങ്കിൽ താവേക്ക, ബാജാക്ക എന്നൊക്കെ പറയുന്നത്. ബാജാക്ക എന്ന് പറയുന്നത് BJPയുടെ ഷോർട്ട് ഫോമാണ്. ബാജാക്ക എന്ന് പറയുന്നത് ബാജാക്ക, ഭാരതീയ ജനത കക്ഷി അല്ലെങ്കിൽ കഴകം, അതാണ് ബാജാക്ക. അതുപോലെ തന്നെ സ്റ്റാലിൻ, MK സ്റ്റാലിൻ അവർ പറയുന്ന മൂക്ക സ്റ്റാലിൻ എന്ന് പറയുമ്പോൾ അത് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ. മുത്തുവേലിന്റെ കരുണാനിധിയുടെ മൂക്ക സ്റ്റാലിൻ. ഇങ്ങനെയൊക്കെയാണ്, രസമാണ് കേൾക്കാൻ. സോ നമ്മൾ പറഞ്ഞു വന്നത് വിജയെക്കുറിച്ചാണ്. വിജയ് വർഷങ്ങൾക്ക് മുമ്പേ ഇതിനുള്ള പ്ലാൻ തുടങ്ങിയ ആളാണ്. അതായത് എനിക്ക് തോന്നുന്നു വിജയ്ക്ക് ഒരു 10-35 വയസ്സുള്ളപ്പോഴേ പുള്ളിയുടെ വിഷൻ, എനിക്കൊരു 50 വയസ്സാകുമ്പോൾ ഞാൻ മുഖ്യമന്ത്രി ആകണം എന്നുള്ളൊരു വിഷൻ അപ്പോഴേ പുള്ളിക്കുണ്ടായിരുന്നു. தளபதி துப்பாக்கி சூப்பர், எப்போ அரசியலுக்கு வருவீங்க? என் விரல் காத்துட்டு இருக்கு உங்களுக்காக. ஓகே, അതിന് நிறைய ടൈം എടുക്കുங்க. 2013 തലൈവ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നോട്ട് ആക്റ്റീവായിട്ട് സിനിമകളിലൂടെ രാഷ്ട്രീയം പുള്ളി സംസാരിച്ചു തുടങ്ങി. പലപ്പോഴും പലരും രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും പുള്ളി ആക്റ്റീവായിട്ട് പതുക്കെ ആളുകളുടെ മനസ്സിലേക്ക് ആ ഒരു ഇമേജ്, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, രക്ഷകനാണെന്നൊക്കെയുള്ളൊരു ഇമേജ് ഇങ്ങനെ പതുക്കെ ആളുകളുടെ ഉള്ളിലേക്ക് കൊടുത്തോണ്ടിരിക്കും. ഇപ്പോൾ കത്തി എന്ന് പറയുന്ന സിനിമ നോക്കിയാലും അതിനകത്തും ആക്റ്റീവായിട്ട് പൊളിറ്റിക്സ് ഉണ്ട്. തെറി, മെർസൽ, സർക്കാരിനകത്തൊക്കെ വളരെ ഓപ്പണായിട്ട് പൊളിറ്റിക്സിനെ പറ്റി പറയുന്നുണ്ട്. സർക്കാരിനകത്തുള്ള ഒരുപാട് സർക്കാർ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇങ്ങോട്ടുള്ള വിജയുടെ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ആ സിനിമകളിൽ തന്നെ കാണാൻ സാധിക്കും. പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഒരു പാർട്ടി തുടങ്ങി പെട്ടെന്ന് മന്ത്രിയായ ആളല്ല വിജയ്. കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് എവിടെ അടിക്കണോ അവിടെ അടിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി വന്നിട്ടുള്ള ആളാണ്. പുള്ളിയുടെ ഇതിനു മുമ്പുള്ള പ്രസംഗങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളി എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷേ അന്ന് പല ആളുകളും നമ്മൾ തന്നെ കേട്ടപ്പോൾ ഇതൊരു തമാശ എന്നുള്ള രീതി പല ആളുകളും കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം പുള്ളി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോൾ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ஒரு சிங்கம் எப்போ எதுலயும் பெக்யூலியர் தான், வேடிக்கை பார்க்கறதுக்கெல்லாம் வெளியில வராது. உயிரோடு இருக்கிற மிருகங்களை தான் வேட்டையாடும். அதுலயும் பெரும்பாலும் தன்னை விட பெரிய சைஸ் உள்ள மிருகங்களை தான் குறி வச்சு தாக்கும். எவ்வளவு பசியில் இருந்தாலும் உயிர் இல்லாததை, கெட்டு போனதை தொட்டு கூட பார்க்காது. அப்படிப்பட்ட அந்த சிங்கம் அவ்வளவு ஈஸியா எதையும் தொடாது, தொட்டா വിടാது. ഞാൻ അങ്ങനെ ഒരു വിജയ് ഫാനൊന്നും ആയിരുന്നില്ല. പണ്ട് എനിക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടമായിരുന്നെങ്കിലും ഞാനങ്ങനെ ഒരു ഫാനൊന്നുമല്ല. ഞാൻ ഫാനായിട്ട് എപ്പോഴും വിക്രത്തിനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ കാണുന്ന ആൾക്ക് എൻ്റെ
പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതിൽ Q&A സെക്ഷനിൽ ഫേവറേറ്റ് തമിഴ് ആക്ടറൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിക്രം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിക്രമാണ് എൻ്റെ ഫേവറേറ്റ് തമിഴ് സ്റ്റാർ. പക്ഷേ ഈ വിജയ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പ്രതിഭാസമാണ്. കാരണം വിജയെ ഭയങ്കരമായിട്ട് ഹേറ്റേഴ്സ് ആണെന്ന് പുറത്ത് പറഞ്ഞു നടക്കുന്ന ആളുകൾ പോലും വിജയുടെ സിനിമ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്ന ആളുകൾ എനിക്ക് പേഴ്സണലി അറിയാം. കാരണം തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ എൻ്റർടൈനർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു തർക്കമില്ല. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയും വിജയാണ്. പക്ഷേ ഈ ഒരു ഒറ്റ ഇലക്ഷനോടുകൂടി പേഴ്സണൽ ലൈഫ് കൊണ്ട് എന്നെ ഒരു ഫാനാക്കിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. കാരണം റിയൽ ലൈഫിലൊക്കെ ഇത്രയും മാസ് കാണിക്കുന്ന ഒരാളെ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു വെച്ചേക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിജയുടെ സർക്കാർ മൂവിയിലെ ഒരു ഡയലോഗ്. അതിനകത്ത് ഈ 2 എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എൻ്റെ തലൈവൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, ആ തലൈവന്റെ പേരിൽ ആരെ നിർത്തിയാലും ജയിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിജയുടെ ക്യാരക്ടർ തിരിച്ച് അയാളോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, നിങ്ങളുടെ പാർട്ടി ഇനി ജയിച്ചാൽ പോലും നിങ്ങളുടെ തലൈവനെ ഞാൻ ജയിക്കാൻ സമ്മതിക്കത്തില്ല. അയാൾ എവിടെയൊക്കെ ഇലക്ഷൻ നിൽക്കുന്നു അവിടെയൊക്കെ ഞാൻ എതിർത്ത് ആളെ നിൽക്കും, അയാളെ തോപ്പിക്കും. സെയിം സിനാരിയോ ആണ് ഈ ഇലക്ഷൻ നമ്മൾ കണ്ടത്. അതായത് സ്റ്റാലിൻ മത്സരിച്ച കോലത്തൂർ കോൺസ്റ്റിറ്റ്യുവൻസി, അവിടെ അയാൾക്കെതിരെ TVKയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് VS ബാബു ആണ്. അപ്പോൾ ആ VS ബാബു അയാളെന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഈ പറയുന്ന പോലെ DMK-യിലും കുറച്ച് നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ADMK-യിലൊക്കെ കുറച്ച് നാൾ ഇങ്ങനെ ചെറുതായിട്ട് രാഷ്ട്രീയ പരിചയമൊക്കെ ഉണ്ട്. അങ്ങനെ പ്രവർത്തിച്ച ഒരു കാര്യങ്ങളൊക്കെ പുള്ളിക്കുള്ളൂ. അയാള് കറണ്ട് സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള MK സ്റ്റാലിനെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു 2 വർഷം ആകാൻ പോകുന്ന ഒരു ചെറിയൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇതുപോലും ആയിട്ടില്ലായിരുന്നു ഈ ഇലക്ഷന് മുമ്പ് വരെ. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിനെ 8895 വോട്ടുകൾക്ക് തോപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ മാസമല്ല നമ്മൾ റിയൽ ലൈഫിൽ കാണാനുണ്ട്. അതെല്ലാവർക്കും അറിയാം. ഒരിക്കലും VS ബാബു എന്ന് പറയുന്ന ആളെ കണ്ടെന്നല്ല ആൾക്കാർ വോട്ട് ചെയ്തത്. വിജയ് എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാൻഡ്, ഒരൊറ്റ ലേബിൾ കണ്ടുകൊണ്ടാണ് ഇത്രയും ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കേൾക്കുമ്പം വിഷമം തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം 108 സീറ്റുകളാണ് വിജയ്ക്കുള്ളത്. തിരുച്ചിയിലും ചെന്നൈയിലും വിജയ് തന്നെ ആയിരുന്നു. അപ്പം അതിൽ ഏതെങ്കിലും ഒരെണ്ണം രാജിവെക്കുമ്പോൾ 107 സീറ്റുകൾ. അവിടെ ചിലപ്പം ഒരു സീറ്റിലേക്ക് ട്രിച്ചിയിലെ സീറ്റിലേക്ക് തൃശ്ശയെ നിർത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടെ വീണ്ടും ജയിക്കുകയാണെങ്കിൽ 108 സീറ്റ്. പക്ഷേ ഇപ്പൊ പോയ കുറച്ച് സീറ്റുകളുണ്ടല്ലോ, അത് ഈ തെങ്കാശി പോലുള്ള കുറച്ച് റൂറൽ ആയിട്ടുള്ള ഏരിയകളിലൊക്കെ കുറച്ച് സീറ്റ് പോയിട്ടുണ്ട്. ആ സ്ഥലങ്ങളും കൂടെ TVKക്ക് പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പം TVKക്കുള്ള 108 സീറ്റ്, തമിഴ്നാട്ടിൽ മൊത്തമുള്ളത് 234 സീറ്റ്, അതിന്റെ നേരെ പകുതി എന്ന് പറയുന്നത് 117 സീറ്റ്, അതിൻ്റെ കൂടെ ഒരു സീറ്റും കൂടെ വേണം മെജോറിറ്റി കിട്ടാൻ, ഒരു ഒറ്റയ്ക്കൊരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ. അപ്പൊ ഇപ്പോൾ ഉള്ള 108 സീറ്റിന്റെ കൂടെ 10 സീറ്റും കൂടെ വേണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളും കൂടെ പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഈ പറയുന്ന 200 150 വോട്ടുകളുടെ വ്യത്യാസത്തിൽ പോകാതെ അതും കൂടെ ജയിച്ചിരുന്നെങ്കിൽ ആരുടെയും ബാക്കപ്പ് ഇല്ലാതെ ഒറ്റയ്ക്ക് വിജയ്ക്ക് ഭരണം പിടിക്കാനും എപ്പോഴേ സത്യപ്രതിജ്ഞ ചെയ്യാനും സാധിച്ചാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 108 സീറ്റാണുള്ളത്, 10 സീറ്റും കൂടെ വേണം. കോൺഗ്രസ് ഇപ്പോൾ ഓൾറെഡി TVK ബാക്ക് ചെയ്യുന്ന സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. 5 സീറ്റാണ് കോൺഗ്രസിന് അവിടെ ഉള്ളത്. പക്ഷെ അവസരം മുതലെടുക്കുക, നനഞ്ഞിടം കുഴിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. അതിന് കോൺഗ്രസ് വെച്ചിരിക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് 2 മന്ത്രിസ്ഥാനം കൊടുക്കണം. രണ്ടാമതായിട്ട് സെക്യുലർ അലയൻസ് കമ്മിറ്റ്മെന്റ്. സെക്യുലർ അലയൻസ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP-യുമായിട്ട് ഒരിക്കലും കൈ കൊടുക്കാൻ പാടില്ല, ഇപ്പോഴും കൊടുക്കാൻ പാടില്ല, നാളെയും കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കണം. മൂന്നാമത് കോർഡിനേഷൻ ആൻഡ് ഗവൺമെന്റ് ഫോർമേഷൻ. അതായത് ഈ പറയുന്ന പാർട്ടികളും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമേ വിജയ് ഗവൺമെന്റ് ഫോം ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഡിമാൻഡ് വെച്ചിരിക്കുന്നത്. ഇതേ കോൺഗ്രസ് തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ 2021-25 മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം പോലും ഇല്ലാതെ DMK-യുടെ കൂടെ നിന്ന ആൾക്കാരാണ്. അതും 5 സീറ്റല്ല 13 സീറ്റ് അന്നുണ്ടായിരുന്നു കോൺഗ്രസിന്. ആ 13 സീറ്റും വെച്ച് അലയൻസ് വെച്ച് ഒരു മന്ത്രിസ്ഥാനം പോലും ഇല്ലായിരുന്ന ആളുകളാണ് ഇപ്പം വിജയ്ക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാൻ ഒരു ബാക്കപ്പ് വേണമെന്ന് ആവശ്യപ്പോൾ ആ നനഞ്ഞിടം കുഴിക്കുക എന്ന് പറയുന്ന പോലെ 5 സീറ്റ് മൊത്തത്തിൽ കൊടുക്കുന്ന 2 മന്ത്രിസ്ഥാനവും ഈ പറയുന്ന ഡിമാൻഡ്സുകളും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത്. ശരിക്കും കോൺഗ്രസ് ഇവിടെ ചെയ്തിരിക്കുന്ന പറയുന്ന ഒരു കുത്തലാണ്. കാരണം DMK വലിയ രീതിയിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന പോലെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് DMK. അതിപ്പം സ്റ്റാലിനൊക്കെ പറയുന്നുണ്ട്, കോൺഗ്രസ് ഞങ്ങളെ പുറകെ ഊത്തിയിട്ടാണ് പോയിരിക്കുന്നതൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ പത്രസമ്മേളനത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങും എത്തും. ഇപ്പോൾ കോൺഗ്രസ് TVK ബാക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ഉള്ള മറ്റ് കക്ഷികൾ അല്ലെങ്കിൽ ADMK-യുടെ സപ്പോർട്ട് തേടേണ്ടി വരും. അങ്ങനെ ADMK-യുടെ സപ്പോർട്ടൊക്കെ TVK നേടിക്കഴിഞ്ഞാൽ ADMK പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഡിമാൻഡ്സ് ഒന്നുമില്ല, ഞങ്ങളുടെ 47 MLA-മാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, വിത്തൗട്ട് എനി ഡിമാൻഡ്സ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് ADMK പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതും ഒരു വൃത്തികെട്ട പരിപാടിയായി പോകും. കാരണം
ഈ ഇലക്ഷൻ സമയത്ത് ADMKയുടെ BJP ചായ്വിനെ കുറിച്ചും അതുപോലെ തന്നെ DMK ADMK രണ്ടും മാറി മാറി ഭരിച്ച് തമിഴ്നാടിനെ നശിപ്പിക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ADMKയുടെ ഒരു സഖ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അതെങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിലും ഡൗട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും വിജയ് ADMKയുടെ ബാക്കിംഗ് നിരസിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ADMK പാർട്ടിക്ക് അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട്. എടപ്പാടി പളനിസ്വാമി, അയാളാണ് ADMKയുടെ ഇപ്പം ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കിടയിൽ തന്നെ പല പല പ്രശ്നങ്ങൾ നടക്കി. TVK സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. അപ്പം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ADMKയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ ഒരു 5 സീറ്റ്, പക്ഷേ ഈ കോൺഗ്രസ് ഈ 2 മന്ത്രിസ്ഥാനമൊക്കെ ചോദിച്ചിരിക്കുന്ന ഭയങ്കര നനഞ്ഞിടം കുഴിക്കലും അവസരം മുതലെടുക്കലുമാണ്. ഒരു മന്ത്രിസ്ഥാനമൊക്കെ ആണെങ്കിൽ പിന്നെയും ഓക്കെ, വെറും 5 സീറ്റിനാണ് ആലോചിക്കണം. പിന്നെയും വേണം ഒരു 5 സീറ്റ്. അവിടെ CPIM ഉണ്ട്, CPIMന് 2 സീറ്റുണ്ട്, CPI ഉണ്ട്, CPIക്ക് 2 സീറ്റുണ്ട്. പട്ടാളി മക്കൾ കക്ഷി PMK എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്, അവർക്ക് 4 സീറ്റുണ്ട്. വിടുതലൈ ചിറുത്തൈകൾ കക്ഷി VCK എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്, അവർക്ക് 2 സീറ്റുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അവർക്ക് 2 സീറ്റുണ്ട്. DMDKക്ക് ഒരു സീറ്റുണ്ട്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം, അവർക്കൊരു സീറ്റുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ പാർട്ടികളുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഏകദേശം വിജയ്ക്ക് ഒരു 223 സീറ്റ് നേടാനുള്ള, 223 അല്ലെ 225 സീറ്റ് നേടാനുള്ള സാധ്യതയാണ്. പക്ഷേ ഈ ഓരോ പല പല കക്ഷികൾ വന്ന് ചേരുമ്പോൾ ഓരോരുത്തരുടെയും ഡിമാൻഡ് എന്തായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ കക്ഷിക്കും മന്ത്രിസ്ഥാനമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ആകപ്പാട് 36 മന്ത്രിസ്ഥാനം കണ്ടേ ഉള്ളൂ. സോ ഈ പറയുന്ന പോലെ തെങ്കാശി അങ്ങനെയുള്ള കുറെ റൂറൽ ഏരിയയിൽ ഈ പ്രചാരണം ഭയങ്കര കുറവായിരുന്നു TVK മെജോറിറ്റി വോട്ടുള്ള പല ഭാഗങ്ങളൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെറിയ, എന്നാലും വിജയോടുള്ള ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് നല്ല രീതിയിൽ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെയും കൂടെ നല്ല രീതിയിലൊന്ന് പ്രചാരണമൊക്കെ നടത്തിയിരുന്നെങ്കിൽ ചിലപ്പം ഈ പറയുന്ന പോലെ ഒരു വൻ ഭൂരിപക്ഷം, ഒരു 140 അല്ലെങ്കിൽ 130 സീറ്റൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് TVK നേടിയെടുക്കായിരുന്നു. അങ്ങനെ നേടിയെടുത്തത് ഈ പറയുന്ന ഒരു പാർട്ടികളുടെയും ബാക്കപ്പ് ഇല്ല. ഈ കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം അങ്ങനെയൊന്നും കൊടുക്കേണ്ടി വരില്ലായിരുന്നു. ഈ പറയുന്ന ഒരു പാർട്ടികളുടെയും ബാക്കപ്പ് ഇല്ലാതെ ഒരു സെൽഫായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഗവൺമെന്റ് രൂപീകരിക്കായിരുന്നു വിജയ്ക്ക്. മറ്റ് സഖ്യകക്ഷികളുടെയൊക്കെ അലയൻസ് സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് വിചാരിക്കുന്ന പോലെ ഒരു ഭരണം ചിലപ്പോൾ കാഴ്ചവെക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. വിജയ് ഇപ്പം നല്ലൊരു നയമായിട്ട് മുന്നോട്ട് വരികയാണ്, നല്ലൊരു ഭരണമാറ്റം മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇവരെ എല്ലാം സംതൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു സഖ്യകക്ഷി രൂപീകരിക്കുമ്പോൾ ഇവരുടെ എല്ലാ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അവർ ഈ സപ്പോർട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭ താഴെ വീഴും. അതുകൊണ്ട് ഇവരെല്ലാം പേടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അത് വിജയുടെ പെർഫോമൻസിനെ, TVKയുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഫുൾ പൊട്ടൻഷ്യൽ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് വല്ലാത്തൊരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെ പോയാലും ഒരു 120 സീറ്റൊക്കെ TVKക്ക് പിടിക്കാൻ പറ്റും എന്നെനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഈ ആക്സിസിന്റെ എക്സിറ്റ് പോൾ വന്നപ്പോഴും അതിനുശേഷം ഇലക്ഷനൊക്കെ എണ്ണി തുടങ്ങിയപ്പോഴും എനിക്ക്, കാരണം അതിനു മുമ്പ് ഈ ഇലക്ഷൻ വോട്ടിംഗ് സമയത്ത് വോട്ടിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് ചെറിയൊരു ഡൗട്ടായിരുന്നു എത്ര വെച്ച്, എന്നാലും ഒരു 10-60 സീറ്റ് 70 സീറ്റൊക്കെ കിട്ടുമെന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ വോട്ടിങ്ങിന്റെ ദിവസം, അവിടെ വോട്ടിംഗ് നടന്ന ദിവസം, ആ ദിവസം കുറേ റീലുകളും സംഭവങ്ങളൊക്കെ അതപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പിടിച്ചാൽ കിട്ടില്ല, അതൊരു 100ന് മേളിൽ എന്തായാലും പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പോളിംഗ് റെക്കോർഡ് ചെയ്ത വർഷം, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വരുന്നു, പിന്നെ കാണുന്ന ആളുകളെല്ലാം വിജയ്ക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. പല പബ്ലിക് പോളുകളിലും വിജയ്ക്ക് വലിയ മെജോറിറ്റി കാണിക്കുന്നു. ഇപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി എന്തായാലും ഒരു 120 സീറ്റെങ്കിലും പിടിക്കും എന്നുള്ള കാര്യം. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 111 വരെയൊക്കെ ആയപ്പോൾ, 111, 112 വരെയൊക്കെ ആയപ്പോൾ നല്ല രീതിയിലൊരു വലിച്ചിൽ ഫീൽ ചെയ്തു. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് കുറച്ചൊക്കെ സീറ്റുകൾ ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് പലയിടത്തും പോയിരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ പല സ്ഥലത്തും 200, 250, 300, 150 വോട്ടിനൊക്കെ വ്യത്യാസത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഭൂരിപക്ഷങ്ങളുടെ പേരിലൊക്കെ പല സ്ഥലത്തും TVKക്ക് സീറ്റ് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഒറ്റയ്ക്ക് ഗവൺമെൻറ് രൂപീകരിക്കായിരുന്നു. ഒറ്റയ്ക്ക് ഗവൺമെൻറ് രൂപീകരിച്ചിരുന്നെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹൈ പെർഫോമേറ്റീവ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ വിജയ്ക്ക് കാഴ്ചവെക്കാൻ സാധിച്ചേനെ, ഒരു വലിയൊരു മാറ്റം തമിഴ്നാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചേനെ. ഇതിപ്പോൾ ഈ പറയുന്ന പോലെ മറ്റ് ഘടകകക്ഷികളുടെ എല്ലാം അഭിപ്രായം കേട്ട് അവരെ സംതൃപ്തിപ്പെടുത്തി ചിലപ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയായിരിക്കും വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ആളുകൾക്ക് വിജയിലുള്ള വിശ്വാസം കുറയാനുള്ള സാധ്യതയാണ്. പക്ഷെ എന്നാലും വലിയ രീതിയിൽ ചായ്വൊന്നും കാണിക്കാതെ ഒരു ന്യൂട്രൽ ആയിട്ടൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അടുത്തൊരു ഇലക്ഷനോടുകൂടി ഇതിലും ഈ വർഷം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അടുത്ത ഇലക്ഷന് ഇതിലും നല്ല രീതിയിൽ ഒരു 150-160 സീറ്റൊക്കെ നല്ല രീതിയിൽ സെക്യൂർ ചെയ്യാം. അങ്ങനെ സെക്യൂർ ചെയ്യാൻ സാധിച്ചാൽ വലിയ അവിടുത്തെ ഏറ്റവും വലിയൊരു കക്ഷിയായിട്ട് മാറാൻ സാധിക്കും. കോൺഗ്രസുമായിട്ടുള്ള അലയൻസ് നല്ലതാണ്, ഈ നാഷണൽ ലെവലിൽ അത്യാവശ്യം നല്ലതാണ്. കാരണം തമിഴ്നാട് ജനങ്ങൾക്ക് BJPയോട് തീരെ താല്പര്യമില്ല. ഇപ്പോൾ കേരളത്തിൽ വരെ 3 സീറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ടും തമിഴ്നാട്ടിൽ ഒറ്റ സീറ്റാണ് BJP ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം കേരളം കുറച്ചുകൂടെ BJPയിലേക്ക് പതുക്കെ പതുക്കെ പോകുന്നുള്ളൂ. പക്ഷേ തമിഴ്നാട് ആ ഒരൊറ്റ സീറ്റ്
മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും 234 സീറ്റുള്ള സ്ഥലത്ത് ഒറ്റെണ്ണം മാത്രമാണ് BJPക്ക് പിടിക്കാൻ സാധിച്ചിരിക്കുന്നത്. സോ ഇനി എന്തൊക്കെ പറഞ്ഞാലും വെറും 2 വർഷം കൊണ്ട് പുതിയൊരു പാർട്ടി രൂപീകരിച്ച് ഇലക്ഷൻ ഇത്രയും വലിയൊരു അട്ടിമറി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ, അത് ഇത്രയും കറപ്ഷനുള്ള തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയൊരു അട്ടിമറിയൊക്കെ കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ വെറുതെ അല്ല അയാളെ ദളപതി വിജയ് എന്ന് ആളുകൾ വിളിക്കുന്നത്. ശരിക്കും വലിയൊരു പടനായകനെ പോലെ തന്നെയാണ് അയാൾ. ഇത്രയും ഒരു മാസ് അപ്പീലുള്ള, ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു താരം ഈ ഒരു ജനറേഷനിൽ എങ്ങും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രത്തോളമാണ് ആരാധകരെ കൂട്ടിയിരിക്കുന്നത്, അത്രത്തോളമാണ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്, അത്രത്തോളമാണ് ഈ കേരളത്തിൽ പോലും വിജയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം. അത്രത്തോളമാണ് ആ ഒരു മനുഷ്യൻ ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം പുള്ളി എങ്ങനെ മന്ത്രിസഭ രൂപീകരിക്കുന്നു, എന്തൊക്കെയാണ് പുള്ളി ചെയ്യാൻ പോകുന്നത്. വലിയൊരു മാറ്റമൊക്കെ കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഒരു പുതിയൊരു പാർട്ടി, പുതിയ കുറേ കാഴ്ചപ്പാടുകൾ, കുറേ വിദ്യാഭ്യാസമുള്ള കുറേ കാൻഡിഡേറ്റ്സ് അതിനകത്തുണ്ട്. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് വന്നിട്ടുള്ള ആളുകൾ വരെ TVK പാർട്ടിയിലുണ്ട്. സോ നല്ലൊരു ഭരണമായിരിക്കും ചിലപ്പോൾ തമിഴ്നാടിന് ഇനി കാണാൻ പോകുന്നത്, ഈ പറയുന്ന പോലെ മറ്റ് പാർട്ടികളുടെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലെങ്കിൽ. സോ എനിവേ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സോ ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ. Let's see in my next video. I am Adil Hussain, signing off.